നമസ്തേ. പാലക്കാട് എത്തി കേട്ടോ. പാലക്കാട് പട്ടാമ്പിക്കടുത്ത് കുലുക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു അന്തിമഹാകാളങ്കാവ് കാണാൻ വേണ്ടി വന്നതാണ്. അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ ഇവിടെ എത്തിയത് കുലുക്കല്ലൂർ മുളയൻകാവ് പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിനുള്ളിലാണ്. നല്ല ഭംഗിയുള്ള ഗംഭീര ക്ഷേത്രമാണ്. അപ്രതീക്ഷിതമായിട്ട് ഇവിടെ എത്തിയതാണ്. അകത്ത് കയറാൻ പറ്റുന്ന ഒന്നല്ല, 12:30 ആണപ്പള്ള മതിലൊക്കെ ആയിട്ട് ഗംഭീര ക്ഷേത്രം. നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇപ്പം ഇനി ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് നമ്മൾ അതിലിങ്ങനെ നടന്നു വന്നത് ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തി. ദൈവം എന്ത് വലിയ മതിലാന്ന് നോക്കി. 11 അടി ഹൈറ്റാ. 11 അടിക്ക് ഹൈറ്റ് ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഹൈറ്റ് നോക്കിയ മതിലിൻ്റെ. ഗംഭീര ക്ഷേത്രം. കല്ലിൻ്റെ ഒക്കെ വലിപ്പം നോക്കി കണ്ട. അമ്പ എന്ത് ക്ഷേത്രം നോക്കൂ. ഗംഭീര ക്ഷേത്രം കേട്ടോ. അകത്ത് കയറാൻ പറ്റില്ലടാ. ഡ്രോണിലൊരു വീഡിയോ എടുക്കാൻ നമുക്ക് ഇവിടുന്ന്. വലിയ കല്ലത്. ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ കുളം. ഒരു ദിവസം ഇവിടെ വന്ന് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഫുൾ വീഡിയോ എടുക്കാം. പുഴയ്ക്കാണ്ട് ഇറങ്ങാം നമുക്ക്. ഇവിടെ ഒരു അന്തിമഹാകാളങ്കാവ് ഉണ്ട്. അത് അന്വേഷിച്ച് വന്നാ. എൻ്റെ അത് ഈ പടിക്കെട്ടുകളൊക്കെ കല്ലാട്ടാ. കണ്ട. എനിക്ക് ഇവിടുന്ന് ഒരു ഡ്രോൺ വിടാം. ഭയങ്കര അടിപൊളി. നല്ല കുളം. അങ്ങോട്ട് വിടാം. നമ്മളിതിപ്പോൾ ഈ കുളത്തിൻ്റെ സൈഡിൽ നിന്ന് ഇവിടെ നിന്നിട്ടാണ് ഡ്രോൺ വീഡിയോ വിട്ടത്. ഇത് ഇവിടെ നിന്ന് കയറാണ്. ഇത് ഈ പടവുകളൊക്കെ കംപ്ലീറ്റ് വലിയ പാറക്കല്ലാട്ടോ. ഇതൊക്കെ കംപ്ലീറ്റ് പാറക്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചേക്കണേ. ഗംഭീര ക്ഷേത്രം കേട്ടോ. ഒരു ദിവസം ഒന്ന് പറയണം. ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. കുലുക്കല്ലൂർ മഹാദേവ ക്ഷേത്രം. ഉണ്ടല്ലേ. ഇവിടെ കണ്ട ഒരു വിളക്ക് കാലാണിത്. എന്താ കയറി കഴിഞ്ഞ് ഈ മതിലിൻ്റെ വലിപ്പം നോക്കി. വലിയ ഗോപുരം ഉണ്ടായിരുന്നുണ്ടാവും ഒരു കാലത്ത് ഇവിടെ. കയറാനൊരു നിവൃത്തിയില്ല കേട്ടോ. നല്ല ക്ഷേത്രം കേട്ടോ. മഹാദേവനും മഹാവിഷ്ണു എന്ന് തോന്നല്ലേ. രണ്ട് നടകളുണ്ട്. ഇത് മഹാദേവനും ഇവിടെ മഹാവിഷ്ണു എന്നാണ്. ഇവിടെ എന്താ ഇത് കല്ലാട്ടോ. ഇത് പാറക്കല്ലുകൊണ്ടാട്ടോ നിർമ്മിച്ചാണ്.
ചുമര് പണ്ടത്തെ പഴയ നിർമ്മിതി അല്ലേ? 3 തിരികോലുണ്ട്. നല്ല ഭംഗിയുള്ള ക്ഷേത്രം കേട്ടോ. ഒന്ന് കയറി കാണാൻ കൊതിയായിട്ട് വയ്യ. അവിടെ ഒരു ഇതുണ്ട്, അതിൽ കടക്കാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. നമുക്ക് അതിൽ കയറാൻ പറ്റുമെന്ന് നോക്കാം. അതിൽ വേണ്ട, അത് തുറക്കണ്ട. ഞങ്ങളിപ്പോൾ ഇത് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടത് ഇതൊക്കെ കംപ്ലീറ്റ് പാറക്കല്ലാണ്. വലിയ കല്ലുകൊണ്ട് നിർമ്മിച്ചേക്കണത്. ഇവിടെ താഴെ വന്നിട്ട് വെട്ടില്ലേ. ഈ കല്ലിൻ്റെയൊക്കെ വലിപ്പം നോക്കി. മതിൽ നോക്ക്, 11 അടി ഹൈറ്റൊക്കെ ഉണ്ടാവില്ല. 11 അത് തന്നെ. കണ്ടാ 11 അടി ഹൈറ്റ് ഉണ്ടാവും. 11.5 അടി ഹൈറ്റ് ഉണ്ടാവും ഇതിന്. ആ മൂലയൊക്കെ പോയേക്കെന്നാ. മുകളിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെത്തി വന്നിട്ട് ഇവിടെ ഒരു കട്ടിങ്, ഇവിടെ ഒരു കട്ടിങ്, ഇവിടെ ഒരു കട്ടിങ്, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആനപ്പള്ള മാതിരി ഇങ്ങനെ വന്നേക്കുന്നുണ്ടോ. ആനപ്പള്ള മതിൽ എന്ന് പറയുന്നത് കൃത്യം ഇതാണ്. നമ്മളെന്തായാലും ഒന്ന് വന്നല്ലേ, കയറി നോക്കാം. ശ്രീകൃഷ്ണൻ, ഇവിടെ ശ്രീകൃഷ്ണനാണ് ഇവിടെ പ്രതിഷ്ഠ. പഴയ കല്ലുകൊണ്ട് നിർമ്മിച്ച ശ്രീകൃഷ്ണൻ. കണ്ടോ? ബലിക്കല്ല്, ഇതൊക്കെ കരിങ്കല്ലാട്ടാ. കണ്ടോ? ഈ ചുമര് കംപ്ലീറ്റ് കരിങ്കല്ലോടെ നിർമ്മിച്ചേക്കണേ. നല്ല നല്ല രസമുള്ള രാവിലെ 6 മുതൽ 9 മണിനും വൈകുന്നേരം 6 മുതൽ 7 മണി വരെയാണ് ഇവിടെ. നമ്മൾ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ചുമരുമ്പോൾ നിറച്ചിങ്ങനെ ശിലാലിഖിതങ്ങളുണ്ട് കേട്ടോ. അതെ, അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ കണ്ട, എല്ലാ കല്ലുമേ ഉണ്ട് കേട്ടോ. കണ്ട, എല്ലാ കല്ലുമുണ്ട് അക്ഷരങ്ങൾ. വട്ടെഴുത്ത് പോലെ എന്തൊക്കെയാണ് കണ്ട, എല്ലാ കല്ലുമേ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയേക്കണേന്ന് മനസ്സിലാവില്ല. വട്ടെഴുത്താണോ ഉള്ളത്? കണ്ട, എല്ലാ കല്ലുമുണ്ട്. ഇവിടെ മഹാദേവനാണ്. അഴിനേരൊക്കെ നോക്കി, അഴിനേരക്കിട്ട ഗംഭീര ക്ഷേത്രം. ഉള്ളിലേക്ക് വലിയ ബലിക്കല്ല് കാണാം. കഴിയുന്നേരട്ട ക്ഷേത്രം. ഇവിടെ മഹാവിഷ്ണുവാണ്. ബലിക്കല്ല് കാണാം. പത്തായപ്പുര പോലെ എന്താണത്. ഗംഭീര ക്ഷേത്രം കേട്ടോ. നല്ല രസാട്ടാ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ പുറകുവശാണത്. അകത്ത് കയറി ഒന്ന് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ല. എൻ്റെ പിന്നെ ഒരു ദിവസം ഇനി വരണം അതിന് വേണ്ടിയിട്ട്. ഗംഭീര ക്ഷേത്രം. ഇവിടെ ഒരു കവാടമുണ്ട് കേട്ടോ.
സ്റ്റേജാണിത്. ആ കാണുന്നതാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം. നമ്മളിവിടെ കേട്ടോ വണ്ടി ഇട്ടിട്ട് ഇതിലിറങ്ങി വന്നത്. നമ്മളങ്ങനെ ചുറ്റിയാണ് ഫ്രണ്ടിലേക്ക് പോയത് പുറത്തേക്ക്. വേറൊരു കാര്യം ഇപ്പോഴാണ് ശ്രദ്ധിച്ച, ഇത് നോക്കി പിടിമാരി കണ്ട, അതേപോലെ ഇവിടെയുണ്ട്. ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെയുണ്ട് കേട്ടോ, കണ്ട. ഇത് മഹാവിഷ്ണുവിൻ്റെ ബലിക്കല്ലാണ്, അത് മഹാദേവൻ്റെ ഇതിൻ്റെ ബലിക്കല്ലാണ്. ഉണ്ട്. എന്ത് പഴക്കമുണ്ടാകുമെന്ന് ഒന്നും അറിയില്ല. ക്ഷേത്രത്തിനെ പറ്റി ഒരു വിവരമില്ല, ഒന്നുമില്ല. വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേർന്നാണ് ഇവിടെ. അനീഷ ഒന്നുകൂടി വന്ന്. എന്ത് ഭംഗിയുള്ള ക്ഷേത്രം. ഇതാണ് ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം വരുന്നത്. ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം കരിങ്കല്ലാട്ടോ, കരിങ്കല്ലുകൊണ്ട് കംപ്ലീറ്റ് നിർമ്മിച്ചേക്കണേ. വളരെ യാദൃശ്ചികമായി വന്നുവിട്ടൊരു ക്ഷേത്രമാണ് കേട്ടോ ഈ കുലുക്കല്ലൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രം എന്ന് പറയുന്നത്. മഹാദേവൻ്റെ, മഹാവിഷ്ണുവിൻ്റെ, പിന്നെ പാർത്ഥസാരഥി എന്ന് പറഞ്ഞ ആ ഒരു പ്രതിഷ്ഠ. അകത്തൊന്നും കയറാൻ പറ്റില്ല. വളരെ അപ്രതീക്ഷിതമായി എത്തിച്ചേർന്ന ഈ കുലുക്കല്ലൂർ ക്ഷേത്രത്തിൻ്റെ, പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരു ദിവസം ഇനി ക്ഷേത്രം തുറന്നിരിക്കുമ്പോൾ വരണം. അപ്പോൾ ഫുൾ വീഡിയോ എടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.